ഈ മത്സരം മുഴുവനായി ശ്വാസമടക്കി പിടിച്ചിരുന്ന് കണ്ട ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ഒരു നിമിഷം മനസ്സുകൊണ്ട് പറഞ്ഞു കാണും, പ്രിയപ്പെട്ട ലൂണ, ഇന്ന് നീ ഈ കളത്തിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന്. നിന്റെ സാന്നിധ്യം ഒരുപക്ഷെ ഈ മത്സരഫലം മാറ്റി മറിച്ചേനെയെന്ന്. ഇല്ല, ഒന്നും ഉണ്ടായില്ല. ചക്ക വീണു മുയല് ചത്തുവെന്ന് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമായി മാറിയ ഒരു മത്സരം. പിഴവുകൾ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഹെസൂസ് ഹിമിനസ് കൊമ്പന്മാരുടെ സൂപ്പർ കപ്പ് സ്വപ്നം ഒരിക്കൽ കൂടി തകർത്തു കളഞ്ഞു. മോന്തായം വളഞ്ഞാൽ പിന്നെ എന്ത് കാര്യമെന്ന് പറഞ്ഞതുപോലെ എത്ര തന്നെ പന്ത് മുന്നോട്ട് എത്തിച്ചു കൊടുത്താലും ഒടുവിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യം? മറിച്ച് രണ്ടാം നിര താരങ്ങളെന്ന് പറഞ്ഞെത്തിയ മോഹൻ ബഗാന്റെ ചുണക്കുട്ടികൾ, പ്രത്യേകിച്ചും മലയാളികളായ സഹൽ അബ്ദുൾ സമദും ആഷിഖ് കരുണിയനുമെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ കടലാസു പുലികളെ വരിഞ്ഞു കെട്ടുന്ന കാഴ്ച ദയനീയമായിരുന്നു. മിലോസിനെയും ഹോർമിപ്പാമിനെയും പോലെയുള്ളവർ കാഴ്ചവെച്ച ഫുട്ബോൾ ദാരിദ്ര്യം പരാജയത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ഡേവിഡ് കറ്റാലയ്ക്ക് ഒന്നും ചെയ്യാനില്ല, വെറും നിസ്സഹായൻ. കളത്തിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടില്ലെങ്കിൽ തോറ്റുപോകും. അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഗോൾമുഖത്ത് തുടരെ പരാജയപ്പെടുന്നവരെ കുറ്റമല്ലാതെ മറ്റെന്താണ് പറയാൻ കഴിയുക? അതെ, സൂപ്പർ കപ്പിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി വേണമെങ്കിൽ കാവിലെ പാട്ടു മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ് തൽക്കാലം നമുക്ക് പിരിയാം.